So welcome back to my second part of Sri Lanka Adventures. അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോവുകയാണ്. സോ നെക്സ്റ്റ് ഡേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇവിടെ ശ്രീലങ്ക എന്ന് പറയുന്നത് തമിഴിയൻ ക്യൂസൈൻസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡ്സും ഇവിടെ മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പത്തിന് ഇങ്ങനെ ഒരു മുട്ടേൻ്റെ കളറൊക്കെ ഒരു ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് വാസ് ലൈക്ക് അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. സംതിങ് ഡിഫറെൻറ്റ്. അതിൻ്റെ കളറ് നാടൻ മുട്ടയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി സം ഡിഫറൻസ് ഇൻ ദ ക്ലൈമറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ്സാണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായത്. ഈ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടായത്. കുറേ ജാംസ് ഉണ്ടായിനി, ജാം ഇഷ്ടംപോലെ, പിന്നെ സ്വീറ്റ്സ്, ബ്രെഡ്, ദെൻ മഫിൻസ്, അങ്ങനെ കുറേ ഒത്തിരി എന്താ പറയുക ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ്സാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായ. സ്വീറ്റ്സിൻ്റെ ആയാലും പിന്നെ പിക്കിൾസ്, വെറൈറ്റി ഓഫ് പിക്കിൾസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബോട്ടിംഗ് ഏരിയ, മാഡു ബോട്ട് റൈഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പം അതാണ് ഈ പ്ലേസ്, ക്യാപ്റ്റൻസ് ബോട്ട് ഹൗസ് കാണുന്നത്. അപ്പം ഞാൻ ഒരു വേറെ ബസ്സിലാണ് വന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ നെക്സ്റ്റ് ബസ്സിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ നെക്സ്റ്റ് ബസ്സിൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതിനു മുമ്പ് ഇവിടെ കുറച്ച് മുൻപ് ഫസ്റ്റ് ബസ്സിൽ എൻ്റെ കൂടെ വന്നവരൊക്കെ പോവായിരുന്നു. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ബോട്ടിൽ ഞങ്ങളെല്ലാവരും പോയി. So we were waiting there for the boat and it was a good ride. നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് പോയത് ഒരു സിന്നമൺ ഐലൻഡിലാണ്. സോ ഓൺ ദ വേ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഈ ബോട്ട് റൈഡിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒത്തിരി ബ്രിഡ്ജസൊക്കെ ഉള്ളത് കാരണം നമ്മൾ കുറച്ച് എല്ലാവരും കുറച്ച് ഹൈറ്റുള്ളവരൊക്കെ ഇങ്ങനെ താഴ്ത്തേണ്ടി വരും. അവരുടെ തലയൊക്കെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ബ്രിഡ്ജസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ല ഒരു അടിപൊളി കൂളായ വെതർ ആയിരുന്നു. ഒത്തിരി വെയിലൊന്നും ഇല്ലാത്തത് കാരണം we able to enjoy the boat ride. പിന്നെ ഇവിടെ ഞങ്ങളുടെ നെക്സ്റ്റ് ബോട്ടിലൊക്കെ ആയിട്ട് ഫ്രണ്ട്സും അവരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഫൺ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫണ്ണായിരുന്നു. ഈ ബോട്ടിൽ എല്ലാവരുമായിട്ട് നമ്മൾ കുറച്ച് കമ്പനിയായി. അതായത് 2 കപ്പിൾസ് ആയിരുന്നു ഫ്രം കാലിക്കറ്റ്. പിന്നെ യെസ്, അവരൊക്കെ എൻ്റെ ഫാദറിനെ അറിയുന്നതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കമ്പനിയായി. പിന്നെ ബാക്കിലിരിക്കുന്ന വേറെ 2 ആൻറ്റി അങ്കിളും ഉണ്ടായിരുന്നു. ഒരു കപ്പിൾസാണ് അവരും. അതേപോലെ ഒത്തിരി ഫണ്ണായിരുന്നു. ബിക്കോസ് എൻ്റെ 2 ഫ്രണ്ട്സും ഈ ഒരു ട്രിപ്പിൽ ഞാൻ പറഞ്ഞ സൗമ്യ ആൻഡ് സുഗന്ധി ഓൾസോ, ബോത്ത് ഓഫ് ദം വെരി ലവിങ് ആൻഡ് ഓൾസോ ഫണ്ണി. പിന്നെ അങ്ങനെ നമ്മൾ സിന്നമൺ ഐലൻഡിലെത്തി. സിന്നമൺ ഐലൻഡിൽ എന്ന് വെച്ചാൽ ഫുൾ സിന്നമണിൻ്റെ പ്ലാന്റ്സ് മാത്രമാണ്, വേറെ ഒന്നുമില്ല ആക്ച്വലി. ഇവിടെ മൊത്തം സിന്നമൺ പ്ലാന്റാണ്. അതേപോലെ
ഇവരിവിടെ ഒരു ഹട്ട് പോലെ ചെറുങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ഒരു ഷെൽട്ടർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അവിടെ കാണിക്കുമായിരുന്നു ഹൗ ഈ സിനമണൊക്കെ എങ്ങനെയാണ് അവർ പിന്നെ ചെയ്യുന്നത്, എടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ. അതുപോലെ നമ്മൾക്ക് ടീ എല്ലാം സെർവ് ചെയ്യുമായിരുന്നു, സിനമൺ ടീ. ഇറ്റ് വാസ് ലൈക്ക് സിനമൺ ടീ എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ നോർമൽ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റൊന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് കംസ് വിത്ത് ലോട്ട് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഹൗ ഇവിടെ ആ ചേട്ടൻ ഇരുന്നിട്ട് ഇങ്ങനെ സിനമൻ്റെ ഒക്കെ അതൊക്കെ ഇങ്ങനെ എക്സ്ട്രാക്ഷൻസിൻ്റെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സെല്ലിങ് ഓൾസോ തിങ്സ് ലൈക്ക് സിനമൺ. അപ്പോൾ ഇതാണ് സിനമൺ ടീ ഞാൻ പറഞ്ഞത്. ഞാൻ അതേപോലെ അതാണ് സിനമണ്ണൊക്കെ അങ്ങനെ ആ ചേട്ടന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് ഫൈനലി അങ്ങനെ ആവുക. സോ ദിസ് ഇസ് ഓൾ ദ സിനമൺ ഓയിൽ, സിനമൺ ടീ അതൊക്കെയാണ്. പിന്നെ ഇതാണ് സിനമൺ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് നമ്മൾ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും, പക്ഷേ സംടൈംസ് വി ഡോണ്ട് നോട്ടീസ്. സോ നെക്സ്റ്റ് ടൈം ഇഫ് യു സീ ദ സിനമൺ യൂഷ്വലി നിങ്ങൾ ആ സിനമണ്ണ വെച്ചിട്ട് യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. സോ യു ക്യാൻ മേക്ക് ടീ, ലോട്ട്സ് ഓഫ് തിങ്സ്. പിന്നെ അങ്ങനെ നമ്മൾ ഈ സിനമൺ ഐലൻഡ് ഫൈനലി വി ലെഫ്റ്റ് ആഫ്റ്റർ സം 10-15 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയി. നമ്മളൊന്നും മാറുന്നില്ല, അവർ പോകട്ടെ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. ഇവരെ ഇങ്ങനെ നടുക്കാണ്, ഈ ഒരു കായലിൻ്റെ ഒക്കെ നടുക്കായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യുനോ നമ്മളോട് പറഞ്ഞ് വേണമെങ്കിൽ വി ക്യാൻ ഹാവ് ഇവിടെ കോക്കനട്ട് വാട്ടറൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അവർ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിനെ അപേക്ഷിച്ച് ഒരു ഓറഞ്ച് കളറാണ്. പിന്നെ ബട്ട് വെരി ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഇത് ശ്രീലങ്കയിൽ ഇതിൻ്റെ ഒരു കരിക്കിൻ്റെ വെള്ളത്തിന് അതിന് മൊത്തം 200 ശ്രീലങ്കൻ റുപ്പിയാണ് കേട്ടോ. ഓക്കെ, സോ ഫൈനലി നമ്മളിവിടെ നിന്ന് മൂവ് ചെയ്ത് അപ്പോൾ ഗായ്സ് ഇതാണ് മാഡു റിവർ ബോട്ട് സഫാരി. അപ്പോൾ ഈ ഒരു റിവർ ബോട്ട് സഫാരിയിലാണ് ഇവർ ഈ സിനമൺ ഐലൻഡും ഈ ഒരു പ്ലേസൊക്കെ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി വരുന്നതാണ്, വേറെ ഒന്നുമില്ല. ഈ ഒരു ഇത് ഒക്കെ കാണിക്കുന്നത് കാണാം ഈ ഫോട്ടോസ് പിക്ചേഴ്സിലൊക്കെ ഈ ഒരു പ്ലേസിന്. ബട്ട് ഓൾ ആൻഡ് ഓൾ ഓക്കെയാണ്, നല്ലൊരു റൈഡാണ്. ബട്ട് അതർവൈസ് ഇറ്റ്സ് നോട്ട് സോ ഗ്രേറ്റ് ആൻഡ് ഓൾ, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഹാവ് ഫൺ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഓൾ വരുമ്പോൾ. അപ്പോൾ ഇവിടെ അതിന് ശേഷം നമ്മൾ പോയൊരു നെക്സ്റ്റ് പ്ലേസാണ്, സ്പോട്ടാണ് ഒരു സ്പൈസ് ഗാർഡനാണ്. മൊത്തം ഇവിടെ എന്ന് വെച്ചാൽ പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അത് യൂഷ്വലി നമ്മൾ കോമൺലി ഇന്ത്യയിലൊക്കെ കാണാവുന്നതാണ്, പലർക്കും വീട്ടിലും വളർത്തുന്നത് തന്നെയായിരിക്കും. വേറെ സാധുക്കൾ പീപ്പിൾ കനോട്ട് സീ, അതായത് ആലോവേറേൻ്റെ പ്ലാന്റ്, പിന്നെ ഡിഫറെൻറ്റ് മാംഗോ അങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്. പിന്നെ ഇവിടെ ഒരു ഇതും നടക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഫേസ് മസാജൊക്കെ ഇവർ കൊടുക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആലോവേറ ക്രീം, ഒറിജിനൽ ക്രീം, ഒരു ബേസൊക്കെ വെച്ചിട്ട് ഇവർ ചെയ്യുമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ്.
പിന്നെ അവിടെ ഒരു ചെറിയ ക്രീംസ് ഷോപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒറിജിനലായിട്ട് ഇവിടെ നിന്നുള്ള സ്പൈസസും ഒക്കെ മേടിക്കാം. ഇങ്ങനെ ഈ ക്രീം, ഫേസ് ക്രീമൊക്കെ മോയ്സ്ചറൈസർ അവൈലബിൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു നമുക്ക് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു നെക്സ്റ്റ് സ്പോട്ട്. അപ്പോൾ ഈ സ്പോട്ടിൽ പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോട്ടിൽ പോകണം ടു ദ അതർ എൻഡ് ഓഫ് ദ റിവർ. അവിടെയാണ് ഈ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലൂടെ ഒരു 5 മിനിറ്റ്സ് 5-10 മിനിറ്റ്സ് മതി റൈഡ്. ആ ഒരു പേഴ്സൺ വാസ് എക്സ്പ്ലെയിനിങ് ടു അസ് നമ്മളെ ഇവിടെ എന്തൊക്കെയാണ് റൂൾസും കാര്യങ്ങളും ഒക്കെ ആക്ടിവിറ്റീസിനെ കുറിച്ചും പിന്നെ അതിനുശേഷം ലഞ്ചും വി ക്യാൻ ഹാവ് ഫ്രം യുവർ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ബനാന ബോട്ട് റൈഡ്, അതേപോലെ ജെറ്റ് സ്കീ, അങ്ങനെ 1 more ട്യൂബ് റൈഡ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വി ഓൾ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ. സോ വി ജസ്റ്റ് പ്രിഫേർഡ്, അതായത് അങ്ങനെ അത് താല്പര്യപ്പെട്ടവർക്ക് ഹൈ സ്പീഡ് ബോട്ട് റൈഡ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സോ വി തോട്ട് വി വുഡ് ഡു ഹൈ സ്പീഡ് ബോട്ട് റൈഡ്. ബട്ട് നെക്സ്റ്റ് ടൈം ഷുവർലി യു ഓൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ബിക്കോസ് ഇറ്റ് വാസ് ഫൺ. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവർ ഒക്കെ വെള്ളത്തിലേക്ക് വീഴ്ത്തുമെന്ന് വിചാരിച്ചിട്ടാണ് പോകാനത്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് അത്ര ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. ബട്ട് എനിവേസ് വി എൻജോയ്ഡ് ദി സ്പീഡ് ബോട്ട് റൈഡ്. അത് സ്പീഡ് ബോട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു വേവ്സിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോകും. ഇവിടെയൊക്കെ കായൽ പോലെയാണ്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ബീച്ച് ഏരിയയാണ്. അവിടെ വേവ്സൊക്കെ ഉണ്ടാവും. സോ ഇറ്റ് വാസ് ലൈക്ക് ആക്ച്വലി വി ഹാഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ റൈഡും കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ബുഫേ ആണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഉള്ളിൽ ഒരു ബുഫേ ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. ദ ഫുഡ് വാസ്. നമ്മളങ്ങനെ ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുമായിരുന്നു. ബോട്ട് അഗെയിൻ ആസ് അതർ സൈഡ് ഓഫ് ദ ബോട്ട് എൻഡിലാണ് ഇത് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വി വർ ഗോയിങ് ടുവേർഡ്സ് അവർ ബസ്സിൻ ഒക്കെ നിർത്തിയിരിക്കുന്ന പ്ലേസിലേക്ക്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു ടയേർഡായിനി. കാരണം ആഫ്റ്റർനൂൺ ലഞ്ചെല്ലാം കഴിഞ്ഞ് 2 o'clock 3 o'clock അടുത്ത് ആവാനായിരുന്നു. ആ കാണുന്ന പ്ലേസിൽ അവിടെ വേവ്സ് ഉണ്ട് കേട്ടോ. ഇത് യൂഷ്വലി ഒരു കായലും കായലിൻ്റെ കൂടെ ഒരു ബീച്ച് വേവ്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്ലേസാണ്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിമോട്ട് സീ. അയ്യോ Oh, after 3 days they go to the sea. Yeah, you can try. Don't go. You buy, collect the eggs.
ഇവിടെ ടേർട്ടിൽസിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ഇതൊരു യൂഷ്വലി സേവ് ചെയ്യുന്നൊരു പ്ലേസ് പോലെയാണ്. അതായത് ഇതിന് ചെറിയ ബേബീസിനെയൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവർ സേവ് ചെയ്തിട്ട് അത് കടലിലേക്ക് തിരിച്ചു കൊണ്ടുവിടും. അതേപോലെ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ടേർട്ടിൽസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനൊരു ഹെൽത്തി ആയി കഴിഞ്ഞാൽ തിരിച്ചു വിടുക കടലിൽ. ഓക്കെ, അപ്പോൾ ചില ആമകൾ ഡിഫക്ട്സ് ഒക്കെ ഉള്ള ആമകളുണ്ട്. ഒരു ബോണൊക്കെ ഇതൊക്കെ നോക്കിയാൽ പാവം ബോണൊക്കെ അതിൻ്റെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരു എഗ്സാണ് കേട്ടോ, ആമകളുടെ എഗ്ഗ് ഇങ്ങനെ അവരിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് വൈറ്റ് ടേർട്ടിലാണ്. ഇത് വളരെ റെയറാണ്, എനിക്ക് കാണാൻ പറ്റില്ല ടേർട്ടിൽസിനെ ഇങ്ങനത്തെ വൈറ്റ്. ദിസ് ഇസ് ബിഗ്ഗസ്റ്റ് വൈറ്റ് ടേർട്ടിൽ ശ്രീലങ്കയിൽ. ആൻഡ് അങ്ങനെ റെയറായ ടേർട്ടിൽസിനൊക്കെ കാണാം. ഇതിൻ്റെ കയ്യിലും നമുക്ക് പിടിക്കാം ടേർട്ടിൽസിനെ, ബേബീസിനെ. അതർവൈസ് ഇങ്ങനത്തെ ഇവരെയൊന്നും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, they will bite you. So you have to just be careful. അപ്പോൾ ഈ ഒരു പ്ലേസ് ആണ് നമ്മളുടെ ലാസ്റ്റ് ടുഡേയ്സ് സ്പോട്ട്. ആൻഡ് ദെൻ after this we are finally going back to our hotel. അപ്പോൾ കുറച്ച് പേര് അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ കളിക്കുമായിരുന്നു. ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്, പാർട്ട് 2. ഇനി അടുത്ത പാർട്ട് 3 യൂഷ്വലി ഡു വാച്ച് ആൻഡ് പ്ലീസ് ഗിവ് യുവർ വാല്യുബിൾ സജഷൻസ്. സോ ടിൽ ദെൻ ഐ കം വിത്ത് പാർട്ട് 3. ബൈ. ചേട്ടാ, ഈ ഗാലെ ഫോർട്ട് എവിടെയാണ്? ഗാലെ ഫോർട്ട് ഇതാണ് ഗാലെ ഫോർട്ട്. ഗാലി ഫോർട്ട് സൈഡിൽ ഇരിക്കുന്നത്